ഹരി ഓം. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കുമാരഷഷ്ഠിയാണ്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 115 ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം കണ്ടുകഴിഞ്ഞു. ഇനി 116 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം ശ്രീ മഹാദേവി നമഃ. പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി. പരാശക്തി, പരാശക്തിയായ ദേവി, അതാണ് പരമമായ ശക്തി. എല്ലാത്തിൻ്റെയും ശക്തിയായിരിക്കുന്നത് ദേവിയാണ് എന്ന് സാരം. പരാനിഷ്ഠ, പരമലക്ഷ്യമായ ദേവി, എല്ലാത്തിനെയും തന്നിൽ ലയിപ്പിക്കുന്നവൾ, അതാണ് പരാനിഷ്ഠ. പ്രജ്ഞാനഘനരൂപിണി, പ്രജ്ഞാനം ഘനീഭവിച്ച് രൂപം കൊണ്ട ദേവി, അതാണ് പ്രജ്ഞാനഘനരൂപിണി. ബ്രഹ്മം തന്നെ രൂപം എടുത്ത ദേവി, അതാണ് അടുത്തത്. മാധ്യുപാനാലസാ മത്ത മാതൃകാ വർണ്ണരൂപിണി. മാധ്യുപാനാലസ, അതായത് മധുപാനം ചെയ്ത് അലസയായിരിക്കുന്ന ദേവി. ഇവിടെ മധു, അതായത് ആജ്ഞാചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഒഴുകി വരുന്ന അമൃത് കുടിച്ച് അലസയായിരിക്കുന്ന ദേവി, അതാണ് മാധ്യുപാനാലസ. അടുത്തത് മത്ത, അങ്ങനെ ആ മധുപാനം ചെയ്ത് മതിച്ചിരിക്കുന്നവൾ, അതാണ് മത്ത. മാതൃകാവർണ്ണരൂപിണി. മാതൃക, ഇവിടെ വർണ്ണം എന്നുദ്ദേശിക്കുന്നത് അക്ഷരങ്ങളാണ്. മാതൃകാ അക്ഷരങ്ങളുടെ സ്വരൂപത്തിലിരിക്കുന്ന ദേവി. നമ്മൾ കണ്ടുകഴിഞ്ഞു 51 അക്ഷരങ്ങളും ദേവിയാണ് എന്ന് കണ്ടു. അതാണ് മാതൃകാവർണ്ണരൂപിണി. അടുത്തത് മഹാകൈലാസനിലയ മൃണാള മൃദുദോർലത. മഹാകൈലാസനിലയ, മഹാകൈലാസത്തിൽ വസിക്കുന്ന ദേവി, അതായത് കൈലാസത്തിനപ്പുറത്താണ് ശിവധാമം എന്ന് പറയുന്നത്. അതിനെയാണ് പറയുന്നത്. പിന്നെ ശ്രീചക്രത്തിലെ കൈലാസപ്രസ്ഥാരം എന്ന വാക്കിനർത്ഥമുണ്ട്. പിന്നെ ബ്രഹ്മരന്ധ്രത്തിലെ സഹസ്രദള പത്മത്തിനും മഹാകൈലാസം എന്ന് പറയുന്നു. അതാണ് മഹാകൈലാസ നിലയ. മൃണാള മൃദുദോർലത, മൃണാള മൃദു, അതായത് താമരത്തണ്ട് പോലെ മൃദുവായ, ദോർ എന്ന് വെച്ചാൽ കൈകൾ, അങ്ങനെ മൃദുവായ, താമരത്തണ്ട് പോലെ മൃദുവായ കൈകളോടുകൂടിയ ദേവി, അതാണ് ഇതിനർത്ഥം. അടുത്തത് മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. മഹനീയ, അതായത് അത്യന്ത പൂജ്യയായ ദേവി. ദയാമൂർത്തി, ദയാമൂർത്തിയായ ദേവി, ദയ തന്നെ രൂപമെടുത്ത ദേവി, അതായത് അത്ര കാരുണ്യമൂർത്തി എന്നർത്ഥം. മഹാസാമ്രാജ്യശാലിനി, മഹാസാമ്രാജ്യത്താൽ, അതായത് വലിയ സാമ്രാജ്യത്താൽ ശോഭിക്കുന്ന ദേവി. ഈ ദേവിയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ്. അതാണ് മഹാസാമ്രാജ്യശാലിനി. അടുത്തത് ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത. ആത്മവിദ്യ, ആത്മവിദ്യയായ ദേവി. മഹാവിദ്യ, മഹാവിദ്യയായ ദേവി. വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആത്മവിദ്യ. ദേവി ആ മഹാവിദ്യ തന്നെയാണ്. അതാണ് ആത്മവിദ്യ, മഹാവിദ്യ. ശ്രീവിദ്യ, ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും കണ്ടു, പഞ്ചദശാക്ഷരി മന്ത്രമാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേവി. കാമസേവിത, കാമസേവിത എന്ന് വെച്ചാൽ കാമദേവനാൽ സേവിക്കപ്പെടുന്ന ദേവി. ശ്രീവിദ്യ ഉപാസകരിൽ ഒരാളായിരുന്നു കാമദേവൻ. അതുകൊണ്ടാണ് കാമദേവനാൽ സേവിക്കപ്പെടുന്ന ദേവി എന്ന് പറയുന്നത്. അടുത്തത് ശ്രീഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക. ശ്രീഷോഡശാക്ഷരി വിദ്യ, ശ്രീഷോഡശാക്ഷരി വിദ്യയാകുന്ന ദേവി. പഞ്ചദശാക്ഷരി മന്ത്രം നമ്മൾ കണ്ടു. ആ പഞ്ചദശാക്ഷരി മന്ത്രം, അതായത് 15 അക്ഷരങ്ങളുള്ള മന്ത്രത്തിൻ്റെ കൂടെ ഒരക്ഷരം കൂടി, ആ ശ്രീ കൂടി ചേർന്നാൽ 16 അക്ഷരങ്ങളുള്ള ശ്രീഷോഡശാക്ഷരി മന്ത്രമായി. അങ്ങനെയുള്ള ദേവി.
ത്രികൂട, 3 കൂടങ്ങളോട് കൂടിയ ദേവി. നമ്മൾ കണ്ടു പഞ്ചദശി മന്ത്രത്തിന് 3 വിഭാഗങ്ങളുണ്ട്. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ഓരോന്നും ദേവിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് 3 കൂടങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 കൂടങ്ങളോട് കൂടിയ ദേവി ത്രികൂട. കാമകോടിക, കാമകോടിയായ ദേവി. ഇവിടെ കോടി എന്നാൽ ഒരു ഏകദേശം എന്നൊക്കെയാണ് അർത്ഥം. അതായത് കാമേശ്വരൻ്റെ ഏകദേശ സ്വരൂപമായവൾ കാമകോടിക. ഇതാണ് അടുത്തത്. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത, അതായത് കടാക്ഷ മാത്രം കൊണ്ട് ദാസികളായിത്തീർന്ന, കിങ്കരീഭൂത എന്ന് വെച്ചാൽ ദാസികളായിത്തീർന്ന, കമലാകോടി അനേകം കോടി ലക്ഷ്മീ ദേവികളാൽ, കമല എന്ന് വെച്ചാൽ ലക്ഷ്മീ ദേവികളാൽ സേവിക്കപ്പെടുന്ന ദേവി. അതായത് ഇവിടെ പറയുന്നത് ദേവിയുടെ കടാക്ഷം ലഭിച്ചാൽ മഹാലക്ഷ്മിയുടെ കൃപ കൂടി ലഭിക്കും എന്നാണ്. അതാണ് കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. അടുത്തത് ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്തേന്ദ്ര ധനുപ്രഭ. ശിരസ്ഥിത, ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ വസിക്കുന്ന ദേവി. ദേവി ശിരസിൽ ഗുരുരൂപത്തിലാണ് വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ശിരസിലുള്ള സഹസ്രാര പത്മം നമ്മളന്ന് കണ്ടു. അവിടെ വസിക്കുന്ന ദേവിയാണ് ശിരസ്ഥിത. ചന്ദ്രനിഭ, അതായത് ചന്ദ്രപ്രഭയോടുകൂടി വസിക്കുന്ന ദേവി. ബ്രഹ്മരന്ധ്രത്തിന് താഴെയുള്ള ചന്ദ്രമണ്ഡലത്തെയാണ് കുറിക്കുന്നത്. ഇത് ശ്രീവിദ്യയിലെ വാഗ്ഭവകൂടമായി പറയുന്നു. അതാണ് ചന്ദ്രനിഭ. ഭാലസ്ഥ എന്ന് വെച്ചാൽ നെറ്റി, ഭാലം എന്ന് വെച്ചാൽ നെറ്റിയിലാണ്. നെറ്റിയിൽ വാഴുന്ന ദേവി, അതായത് ഭ്രൂമധ്യത്തിൽ വാഴുന്ന ദേവി. അത് ഹ്രീംകാരത്തിൻ്റെ ബിന്ദുവായി ദേവി നെറ്റിത്തടത്തിൽ വാഴുന്നു എന്ന് പറയുന്നു. അതാണ് ഭാലസ്ഥ. ഇന്ദ്രധനുപ്രഭ, ഭാലസ്ഥ ഇന്ദ്രധനുപ്രഭ, അതായത് ഇന്ദ്രധനു എന്ന് വെച്ചാൽ മഴവില്ലിൻ്റെ കാന്തിയുള്ള ദേവി. ഈ മേൽപ്പറഞ്ഞ ബിന്ദുവിന് മുകളിലായി അർദ്ധചന്ദ്രാകാരമായ ദേവിയുടെ തേജസ്സിനെയാണ് കുറിക്കുന്നത്. ഇന്ദ്രധനുപ്രഭ എന്ന് വെച്ചാൽ മഴവില്ലിൻ്റെ കാന്തി, അത്രയും ശോഭയുള്ള ദേവി. അടുത്തത് ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തര ദീപിക. ഹൃദയസ്ഥ, ഹൃദയത്തിൽ വസിക്കുന്ന ദേവി. ഇത് ദേവി ഹൃദയത്തിൽ അന്തര്യാമിയായി വർത്തിക്കുന്നു എന്ന് പറയുന്നു. അത് അനാഹത ചക്രത്തിലാണ് ഇവിടെ പറയുന്നത്. അതിനെ ശ്രീവിദ്യയിലെ മധ്യകൂടമായി ഇതിനെ പറയുന്നു. അതാണ് ഹൃദയസ്ഥ. രവിപ്രഖ്യ, സൂര്യനെ പോലെയുള്ള ദേവി. ഇവിടെ സൂര്യമണ്ഡലത്തിനെയാണ് പറയുന്നത്. അതാണ് സൂര്യനെ പോലെ ശോഭിക്കുന്ന ദേവി രവിപ്രഖ്യ. ശിരസിൽ നമ്മൾ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൃദയത്തിൽ സൂര്യൻ വസിക്കുന്നു എന്നാണ് പറയുന്നത്. ത്രികോണാന്തര ദീപിക, ത്രികോണത്തിനുള്ളിൽ ദീപമായി, അതാണ് ത്രികോണത്തിന് ഉള്ളിൽ ദീപമായി വർത്തിക്കുന്ന ദേവി. മൂലാധാര പത്മത്തിൻ്റെ നടുവിൽ ത്രികോണവും അതിലുള്ള അഗ്നിമണ്ഡലത്തിൽ ദേവിയും വർത്തിക്കുന്നു എന്ന് പറയുന്നു. ഈ നാമം ശ്രീവിദ്യയിലെ ശക്തികൂടത്തെയാണ് കുറിക്കുന്നത്. അതാണ് ത്രികോണാന്തര ദീപിക. അടുത്തത് ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി. ദാക്ഷായണി, അതായത് ദക്ഷപുത്രിയായ സതീദേവി. സതീദേവിയാണ് പിന്നീട് പാർവതിയായി ജനിച്ചത്. അതാണ് ദാക്ഷായണി. ദൈത്യഹന്ത്രി, ദൈത്യൻ അസുരന്മാരെ വധിച്ച ദേവി. അതാണ് ദൈത്യഹന്ത്രി. ദക്ഷയജ്ഞ വിനാശിനി, ദക്ഷയജ്ഞത്തെ നശിപ്പിച്ച ദേവി. നമുക്കറിയാം, ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ ചെന്ന് അപമാനിതയായ സതി അവിടെ വെച്ച് ശരീരം ത്യജിച്ചു. അതിൽ ക്രുദ്ധനായ മഹാദേവൻ വീരഭദ്രനെ അയച്ച് ആ യാഗം നശിപ്പിച്ചു. അങ്ങനെ ആ ദക്ഷയജ്ഞം നശിപ്പിച്ച ദേവി. അതാണ് ദക്ഷയജ്ഞ വിനാശിനി. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് വരുന്ന എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹരിയോം.